നമസ്കാരം. വാരണാസിയിലെ ഗ്യാൻവാപി മസ്ജിദിനുള്ളിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി ഇന്നലെയാണ് വാരണാസി ജില്ലാ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോഴിതാ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി മസ്ജിദിനുള്ളിൽ പൂജ നടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി ഒരു പൂജാരി ഒറ്റയ്ക്ക് ഒരു ആരതി ഈ മസ്ജിദിന് സമീപത്ത് നടത്തി എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ പൂജ ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി വാരണാസി ജില്ലാ മജിസ്ട്രേറ്റ് എസ് രാജലിംഗവും പോലീസ് കമ്മീഷണർ അശോക് മുത്ത ജെയിനും അർദ്ധരാത്രിയോടുകൂടി ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ഈ യോഗം നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു. കാശി വിശ്വധാം വളപ്പിലെ ഹാളിലായിരുന്നു ഈ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ആലോചനാ യോഗത്തിനൊടുവിൽ കോടതിയുടെ നിർദ്ദേശം എന്താണോ അത് അതുപോലെ തന്നെ നടപ്പിലാക്കാനാണ് ജില്ലാ ഭരണകൂടവും നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും പൂജാ ചടങ്ങുകൾ തടസ്സമില്ലാതെ തന്നെ നടത്താനുള്ള എല്ലാ സൗകര്യവും ഒരുക്കാൻ തന്നെയാണ് നിലവിലെടുത്ത് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. തെക്കൻ നിലവറകളിൽ പൂജ നടക്കുമ്പോൾ മറ്റ് ആരാധനയ്ക്കും ഇത് തടസ്സമൊന്നും സൃഷ്ടിക്കില്ല എന്നുകൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. എന്തായാലും പൂജാരിയുടെ ഭാഗത്തു നിന്നുമുള്ള വാക്കുകൾ വളരെയധികം ശ്രദ്ധ നേടുന്നുണ്ട്. തങ്ങൾ ഇവിടെ ഒരു നന്ദി കാളയെ കണ്ടു, നമസ്കരിക്കാൻ ഞങ്ങൾ ഇന്നലെ കോടതി വിധിക്ക് ശേഷം തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ക്ഷേത്രം എത്രയും പെട്ടെന്ന് ഇവിടെ പണിയണം. പ്രാർത്ഥന നടത്തിയതിനു ശേഷം ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് എന്നാണ് ഈ സമുച്ചയത്തിന് തൊട്ട് പുറത്ത് കാത്തുനിന്ന ഭക്തജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അതേസമയം തന്നെ ഗ്യാൻവാപി കോംപ്ലക്സിന് ചുറ്റും വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.